നിങ്ങൾ അറിഞ്ഞോ? മാവേലിക്കരയിൽ ഒരു വീട്ടില് കാർ പോർച്ചിന്റെ നിർമ്മാണത്തിൽ അതിന്റെ തട്ട് ഇളക്കവേ ശരിക്കും ആ മേൽക്കൂര തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾ ദാരുണമായി അന്ത്യപ്പെടുകയുണ്ടായി. ശരിക്കും നമ്മളുടെ സ്വപ്ന ഭവനത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലോഡ് ബെയറിംഗ് സ്ട്രക്ചറുകളാണ് നമ്മളെല്ലാവരും വെക്കുന്നത്. സാധാരണ വീടെന്ന് പറഞ്ഞാൽ ഭിത്തിക്ക് പുറത്ത് നമ്മൾ തട്ട് വാർത്ത് അത് ചെയ്യുന്ന രീതി എല്ലാവരും ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ തട്ട് വാർത്ത് കഴിഞ്ഞ ശേഷം തട്ട് ഇളക്കുന്ന സമയത്തുണ്ടായ മേൽക്കൂരയുടെ തകർച്ചയിലാണ് ആ രണ്ടു പേർ അതിദാരുണമായി മരണപ്പെട്ടത്. ശരിക്കും എന്ത് റീസൺ കൊണ്ടാണ്? വളരെ സന്തോഷത്തോടുകൂടി പണിത ആ കെട്ടിടത്തിന്റെ ആ വീട്ടില് എന്തുകൊണ്ടാണ് 20 ദിവസം കഴിഞ്ഞിട്ട് തട്ട് പൊളിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഒരു കാർ പോർച്ച്, വീടിനോട് ചേർന്നൊരു കാർ പോർച്ചിൽ ഒരു ഏകദേശം ഒരു ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സ്ലോപ്പ് റൂഫ് പണിത് വെച്ചു. അത് പണിത് വെച്ചപ്പോൾ എങ്ങനെയാണ് വെച്ചത്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പില്ലറുകളും ബീമും ഒക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ ബ്രിക്കൊക്കെ കെട്ടി സ്ലോപ്പായിട്ടുള്ള റൂഫാണ് പണിത് വെച്ചത്. പക്ഷേ തട്ടിളക്കിയപ്പോൾ ആ ബീമിൻ്റെ പുറത്തുനിന്ന് സൈഡിലെ ഇഷ്ടികകൾ തെന്നി മാറി ആ തട്ട് താഴത്തേക്ക് വരികയും ആ സംഭവം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വീടുകളിൽ സ്വപ്നഭവനത്തിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നമുക്ക് നോക്കാം. വീട് നിർമ്മാണത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് നമ്മളുടെ തട്ടുവാർപ്പിനാണ്, കോൺക്രീറ്റിൻ്റെ ആ സമയത്താണ്. അപ്പോൾ കോൺക്രീറ്റ് സമയത്ത് നമ്മൾ കോൺക്രീറ്റിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ എല്ലാവരും കൊടുക്കുമ്പോൾ അതിന് മുമ്പ് ചെയ്യുന്ന ഒരു ഷട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷട്ടറിങ് തകർന്ന് വീണ് പല അപകടങ്ങളും നടക്കുന്നത് വാർത്തകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഷട്ടറിങ് തകർന്നു വീഴുകയല്ല ചെയ്തത്. ഷട്ടർ, അതായത് കോൺക്രീറ്റ് ചെയ്ത ഷട്ടർ ഡീഷട്ടർ ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റിന്റെ വെയിറ്റ് മൂലം ആ ഭിത്തി തന്നെ മൂവ് ചെയ്ത് അപകടം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. നമ്മൾ കാർ പോർച്ചൊക്കെ പണിയുമ്പോൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ ഇഷ്ടിക കെട്ടിയിട്ടാണ് പണിയുന്നത് അല്ലേ? ഇഷ്ടിക കെട്ടിയിട്ട് ഈ സ്ലോപ്ഡ് റൂഫുകൾ നിങ്ങൾ പണിയുമ്പോൾ ഇത് രണ്ട് സൈഡിലും വന്നാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് അതിന് സപ്പോർട്ടോ അല്ലെങ്കിൽ ബീമുകളോ കോളംസ് ഒക്കെ കൊടുക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ലോഡിംഗ് പാത്ത് അല്ലെങ്കിൽ ലോഡ് പാത്ത് മൂലം ഈ സൈഡിൽ ഇഷ്ടികൾ തെന്നി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ അപകടം ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പല പല കാരണങ്ങളോടെ വരുന്നുണ്ട്. ഇപ്പോൾ ലോഡ് പാത്ത് ഒരു പ്രധാന കാരണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി. ഇപ്പോൾ നല്ല സോളിഡ് ബ്ലോക്കുകളൊക്കെ ഉപയോഗിച്ച് എല്ലാവരും കെട്ടുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കുറഞ്ഞ മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ലോഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ലോഡ് സസ്റ്റെയിൻ ചെയ്യാതെ ഫെയിലർ ഉണ്ടാവാറുണ്ട്. അതുപോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും യൂണിഫോം അല്ലാത്ത ലോഡുകൾ കൊടുക്കുന്ന ഡിസൈൻസ്. നമ്മൾ എന്തൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ ആ സ്ട്രക്ചറിനകത്ത് യൂണിഫോം ആയിട്ട് ലോഡ് കൊടുക്കുക എന്നുള്ളത് ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് നോക്കേണ്ടതാണ്. എക്സെൻട്രിക് ആയിട്ട് ലോഡ് കൊടുക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ഭിത്തികൾ നിർമ്മാണത്തിൽ അതൊരു ഫിക്സിറ്റി ഇല്ലാത്തത് കൊണ്ട് അപകട ചാൻസ് കൂടുതലാണ്. അപ്പം എക്സെൻട്രിക് ലോഡുകൾ പരമാവധി ഒഴിവാക്കിയിട്ട് യൂണിഫോം ലോഡുകൾ കൊടുക്കുക. ഭിത്തികളെല്ലാം ഒരേപോലെ ലോഡ് എടുക്കുന്ന രീതിയിലാണെങ്കിൽ, ഭാരം എടുക്കുന്ന രീതിയിലാണെങ്കിൽ അപകട സാധ്യത കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ശരിക്കും ചരിച്ച റൂഫുകൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ട് സഹായം തീർച്ചയായിട്ടും എടുക്കണം. നമ്മളുടെ പരിചയത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള അതിൻ്റെ കാൽക്കുലേഷൻസും അതിൻ്റെ ലോഡ് പാത്തും ഡിഫൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഷട്ടറിങ് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ കോൺക്രീറ്റ് നടത്തുവാനായിട്ട്. സാധാരണ ഈ തട്ടുവാർക്കുമ്പോൾ പ്രോപ്പറായ സപ്പോർട്ടും അല്ലെങ്കിൽ ക്രോസ് ബീംസും ഒന്നും ഇല്ലെങ്കിൽ ഈ സ്ലാബിൻ്റെ വെയിറ്റ് വന്നതിന് ശേഷം ഭിത്തി ലാറ്ററലി മൂവ് ചെയ്ത് അത് കൊളാപ്സ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പ്രോപ്പർ സപ്പോർട്ടും പ്രോപ്പർ ക്രോസ് ബീംസും അതുപോലെ അതിന് വേണ്ട ഡിസൈൻ റീൻഫോഴ്സ്മെൻറ്റുകളും നമുക്ക് ഈ കോൺക്രീറ്റിൽ കൊടുക്കേണ്ട അനിവാര്യമാണ്. അടുത്തത് സേഫ്റ്റി പ്രിക്കോഷൻസ്. അവർ ഡീഷട്ടർ ചെയ്തത് നല്ല എക്സ്പെർട്ടുകളായിരിക്കാം, പക്ഷെ മതിയായ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ തട്ടടിക്കുകയാണെങ്കിലും തട്ട് ഡീഷട്ടർ ചെയ്യുകയാണെങ്കിലും നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ആ വർക്കിനെ കാണാതെ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്ത് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ
ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏതുതരം വീടുകൾ പണിതാലും നമുക്ക് ഭിത്തിയിലേക്ക് ലോഡ് വരുന്ന രീതിയിലുള്ള സ്ട്രക്ചറുകൾ പണിയുമ്പോൾ ശരിക്കും ഇന്നത്തെ പുതിയ ഡിസൈൻസ് നമ്മൾ പല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ സ്പാനുള്ള ഡിസൈൻസ്, സ്ലോപ്പിംഗ് ഷെയ്ഡ്സുകളുള്ള ഡിസൈൻസ്, ഇതൊക്കെ വരുമ്പോൾ പണ്ടത്തെ ഭിത്തി എന്ന് പറയുന്നത് വളരെ വീതിയുള്ള ഭിത്തികളായിരുന്നു. ഇന്നത് സ്ലെൻഡർ ആയിട്ടുള്ള ചെറിയ ഭിത്തികളായിട്ട് മാറി. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും സ്ട്രക്ചറൽ ലോഡ് പാത്തും മനസ്സിലാക്കി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സപ്പോർട്ടോ അഡ്വൈസോ എടുത്ത് മാത്രം നിങ്ങളുടെ സ്വപ്ന ഭവനം പണിയാണെങ്കിൽ ഇതുപോലെ ദാരുണമായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മാറി സന്തോഷമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് താമസം തുടങ്ങാം.